അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഇത് ആൽക്കെമിസ്റ്റിലെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ വിഷുക്കണിയിലെ ഈ വരികളുമായി താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേദം, ശാസ്ത്രം, ആദിയായവ അങ്ങനെ വേണം വിഗ്രഹിക്കാൻ. പാദധൂളി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിലെ പൊടിയാണ്. അപ്പോ ആവിർഭവിക്കുക എന്നതിന്റെ വിപരീതം എന്താണ്? തിരോഭവിക്കുക. ദുരൂഹത, ഊഹിക്കാൻ വിഷമമുള്ളതാണ്. ഇവിടെ എന്താണ് ആ നോവലിന്റെ പ്രാധാന്യം? ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? എന്താണ്? എഴുത്തച്ഛന്റെ ജീവിതത്തിലേക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇന്ന്. സെഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ബിരുദതലത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക മാതൃകാ ചോദ്യപേപ്പറാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പരമാവധി ഭാഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷയിൽ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഒരു ചോദ്യപേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള ചോദ്യപേപ്പർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് ചോദ്യപേപ്പറുകൾ, മാതൃകാ ചോദ്യപേപ്പറുകൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. പരമാവധി ചോദ്യപേപ്പറുകളിലൂടെയും വിശകലനങ്ങളിലൂടെയും കടന്നു പോകുക. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ ഈ സെഷനെ പരിഗണിക്കേണ്ടത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ മാതൃകാ ചോദ്യപേപ്പറിലേക്ക്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ആരുടേതാണ് ഈ വരികൾ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശരിയായ ഉത്തരം ഏതാണ്? പിടിയുണ്ടോ? ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ച കവി ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇത്. വളരെ പ്രസിദ്ധമാണ് ഈ ഭാഗം. നോക്കാം, 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. 18ാമത്തെ പേജിൽ സൂം ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ. ആ പാഠഭാഗം അല്ലെങ്കിൽ വിഷുക്കണി എന്ന കവിതയിലെ ഒരു ശകലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ, അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം, അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഇത് ആൽക്കെമിസ്റ്റിലെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ വിഷുക്കണിയിലെ ഈ വരികളുമായി താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അഭ്യാസങ്ങളിൽ നിന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. കിട്ടിയല്ലോ. അതുപോലെ വളരെ പ്രസിദ്ധമായ ഒരു വരിയാണ്, കഴിഞ്ഞ തവണത്തെ LDC പരീക്ഷയിൽ ചോദിച്ചിരുന്നല്ലോ. അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ ഒരു ശകലം തന്നിട്ട് ആരുടേതാണ് ഈ വരികൾ എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 2ാമത്തെ യൂണിറ്റ് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിന്റെ പേര് കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നാണ്. അതിന് ആമുഖമായിട്ട് വീരാൻകുട്ടിയുടെ ഒരു കാവ്യശകലം കൊടുത്തിട്ടുണ്ട്. ദേ നോക്കിക്കേ: ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ? കൊന്ന മരമേ വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ. ഉങ്ങുമരമേ വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വയ്ക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണേ. അല്ലെന്നാൽ ചെറുതല്ലേ എന്നു വച്ച് വേനൽ അതിനെ പച്ചയ്ക്ക് തിന്നുകളയും എന്നാണ് അതിജീവനം എന്ന കവിതയിൽ വീരാൻകുട്ടി പാടി വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വരികൾ തന്നിട്ട് ആരുടേതാണ് ഈ വരികൾ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയത്. കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഫാത്തിമ EV, ജെ ദേവിക, രമാ മേനോൻ, പ്രിയ AS. കഴിഞ്ഞ സ്ലൈഡിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും, അതിന്റെ ഉത്തരം കണ്ടിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ടത്, പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഒരു LDC പരീക്ഷയിൽ മുഴുവൻ ചോദ്യങ്ങളും ചോദിച്ചത് മലയാളത്തിലെ 10ാം ക്ലാസ് പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഉത്തരം കിട്ടിയോ? പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്
ഒരു കാര്യത്തെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ വേറെ ഏതു പ്രതിസന്ധി ഉണ്ടായാലും അത് നമ്മളെ തേടി തന്നെ വരും എന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ച, മോട്ടിവേറ്റ് ചെയ്ത വളരെ പ്രസിദ്ധമായ ഈ കൃതി ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശരിയായ ഉത്തരം രമാ മേനോനാണ് കേട്ടോ. രമാ മേനോനാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. ഇതാണ് രമാ മേനോന്റെ ചിത്രം കേട്ടോ. ആൽക്കെമിസ്റ്റ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രമാ മേനോനാണ്. നമുക്കറിയാം പാഠപുസ്തകത്തിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? കണ്ടോ? ഈ ഭാഗത്ത് നോക്കിക്കേ അല്ലെ, ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോ, അതിന്റെ താഴെ രമാ മേനോൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ 2 തുള്ളി എന്ന പാഠഭാഗത്ത് നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ രമാ മേനോനാണ് ആൽക്കെമിസ്റ്റ് വിവർത്തനം ചെയ്തത് എന്ന് ഓർത്തു വയ്ക്കുക. ബാക്കിയുള്ള ഓപ്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഫാത്തിമ EV, ജെ ദേവിക, പ്രിയ AS എന്നിവരാണുള്ളത്. പരിഭാഷകർ എന്ന നിലയിൽ അല്ലെങ്കിൽ അനുവാദകർ എന്ന നിലയിൽ പരിഭാഷപ്പെടുത്തുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? അനുവാദകൻ എന്നുള്ളത് കേട്ടോ. അനുവാദകൻ അല്ലെങ്കിൽ പരിഭാഷകൻ അല്ലെങ്കിൽ വിവർത്തകൻ എന്നാണ് പറയുന്നത്. ശരി, അപ്പൊ പറഞ്ഞു വന്നത് ഫാത്തിമ, ജെ ദേവിക, പ്രിയ എന്നിവർ പരിഭാഷകർ എന്ന നിലയിൽ അവരുടെ സ്ഥാനം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ആൽക്കെമിസ്റ്റ് പരിഭാഷപ്പെടുത്തിയത് രമാ മേനോനാണെന്ന് കണ്ടു കഴിഞ്ഞു. നോക്കിക്കേ, പ്രിയ AS പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ളതാണ് കേട്ടോ. 59ാമത്തെ പേജില് നമുക്ക് പ്രിയ ASനെ കാണാം. നോക്കിക്കേ, പ്രിയ ASനെ കുറിച്ച് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നേ? ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിലാണ് ജനനം. എന്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ. എരമല്ലൂർ കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്റെ വീട് ഇവിടെയാണ്. അതിന്റെ 3 സ്റ്റോപ്പ് അപ്പുറത്താണ് പ്രിയ ASന്റെ വീട്. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരാണ്. ചെറുകഥാകൃത്ത്, വിവർത്തക തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധയാണ്. ഓരോരോ തിരിവുകൾ, പ്രിയ ASന്റെ കഥകൾ, മഞ്ഞമരങ്ങൾ തുടങ്ങിയവയാണ് അവരുടെ സ്വതന്ത്ര കൃതികൾ. പിന്നെയോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഏൻഷ്യന്റ് പ്രോമിസസ് തുടങ്ങിയ കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് അല്ലെ? ഏത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അതിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചത് ആരാണ്? പ്രിയ AS ആണ്. ഏതു പേരിലാണ്? കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിലാണ് പ്രിയ AS ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പരിഭാഷപ്പെടുത്തിയത്. അതിന് മികച്ച വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രിയ ASന് ലഭിക്കുകയും ചെയ്തു. വേണമെങ്കിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എങ്ങനെ പ്രതീക്ഷിക്കാം? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? അല്ലെ, പാഠപുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും പ്രതീക്ഷിക്കണം. പിന്നെ ജെ ദേവിക ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. ഏത് കൃതിയാ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നോക്കിക്കേ? KR മീരയുടെ ആരാച്ചാർ അല്ലെ? ആരാച്ചാർ ഒരു പക്ഷേ KR മീരയ്ക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും നേടിക്കൊടുത്ത നോവലാണ് ആരാച്ചാർ. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഹാങ് വുമൺ. അത് രചന നിർവഹിച്ചത്, അതായത് ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ നിർവഹിച്ചത് ആരാണ്? ജെ ദേവികയാണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പ്രിഫേസ് ടു മാൻ ഏത് കൃതിയാണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യന് ഒരു ആമുഖം. മലയാളത്തിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയ നോവൽ ഏതെന്ന് ചോദിച്ചാൽ അല്ലെ, ഉത്തരം ഏതാണ്? സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരു ആമുഖമാണ്. പ്രിഫേസ് ടു മാൻ എന്ന പേരിൽ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഫാത്തിമ EV ആണ് കേട്ടോ. ഫാത്തിമ EV ആണിത് പരിഭാഷപ്പെടുത്തിയത്. പിന്നെ പരിഭാഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ വളരെ വികാരഭരിതനായി വായിച്ച അല്ലെങ്കിൽ അതിനെ സ്നേഹിച്ച വരികളുണ്ടായിരുന്നു. ഏറ്റവും ദുഃഖഭരിതമായ വരികൾ ആരുടേതാണ്? മോസ്റ്റ് സാഡസ്റ്റ് ലൈൻസ് പാബ്ലോ നെരൂദയുടെ. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാകും. കഴിയും ഈ രാവെനിക്ക് ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ, ശിഥിലമായി രാത്രി നീല നക്ഷത്രങ്ങൾ അകലെയായി വിറകൊള്ളുന്നു, ഇങ്ങനെ ഗഗനവീഥിയിൽ ചുറ്റിക്കറങ്ങുന്ന വിരഹിയാം നിരാശമാരുതൻ, വിരഹിയാം നിശാമാരുതൻ പാടുന്നു, കഴിയും ഈ രാത്രി ഏറ്റവും വേദനാഭരിതമായ പദങ്ങൾ ചുരത്തുവാൻ, അവളെ ഞാൻ പണ്ട് പ്രേമിച്ചിരുന്നെന്നെ അവളും എപ്പോഴോ പ്രേമിച്ചിരുന്നിടാം എന്നാരംഭിക്കുന്ന അതിമനോഹരമായ കവിത. ഒരുപക്ഷെ പരിഭാഷയാണെന്ന് തോന്നുക പോലും ചെയ്യുകയില്ലാത്ത അതിമനോഹരമായ ആ കവിത പാബ്ലോ നെരൂദയുടെ മോസ്റ്റ് സാഡസ്റ്റ് ലൈൻസ്
മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് കേട്ടോ. LDC പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നല്ലോ പോയട്രി അല്ലെ, പോയട്രി എന്ന കവിതയുടെ മലയാള പരിഭാഷ, അത് ട്രാൻസ്ലേഷനിലാണ് കേട്ടോ ചോദിച്ചത്. അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ്. ആ കവിത എന്നെ തേടി വന്നു എന്ന അർത്ഥം വരുന്ന വരികൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. പാബ്ലോ നെരൂദയുടെ തന്നെ വരികളാണ്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിന്റെ പേര് വാക്കുകൾ സർഗതാളങ്ങൾ എന്നാണ്. അതിനെ ആമുഖമായി കൊടുത്തിരിക്കുന്ന വരികൾ ഇപ്രകാരമാണ്: ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത്, എനിക്കറിയില്ല എവിടെ നിന്നാണത് വന്നെത്തിയതെന്ന് എനിക്കറിയില്ല. കുളിർത്തു വിറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നോ പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നോ എങ്ങനെയാണ് എപ്പോഴാണെന്നും എനിക്കറിയില്ല എന്നാരംഭിക്കുന്ന കവിതയ്ക്ക് പാബ്ലോ നെരൂദ കൊടുത്തിരിക്കുന്ന പേര് പോയട്രി എന്നാണ് കേട്ടോ. അപ്പൊ ഇത് പരിഭാഷപ്പെടുത്താനായിട്ട് ഈ LDC പരീക്ഷയിൽ ചോദ്യമുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഘടകപദങ്ങളാക്കുക അല്ലെങ്കിൽ വിഗ്രഹിക്കുക. വിഷാദാമഗ്നൻ എങ്ങനെ വിഗ്രഹിക്കും? വിഷാദത്തിന്റെ ആമഗ്നൻ എന്നാണോ, വിഷാദത്തിലെ ആമഗ്നൻ എന്നാണോ, വിഷാദത്തിന് ആമഗ്നനായവൻ എന്നാണോ, വിഷാദത്തിൽ ആമഗ്നനായവൻ എന്നാണോ? വിഷാദം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് അല്ലെ, ദുഃഖമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. വിഷാദ രോഗം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആമഗ്നനാകുക എന്ന് പറഞ്ഞാൽ മുഴുകുക, മുങ്ങുക എന്നൊക്കെയാണ് പ്രയോഗത്തിനർത്ഥം. അപ്പോ വിഷാദവും ആമഗ്നവും ചേർന്ന് വന്നാൽ എങ്ങനെയായിരിക്കും വിഗ്രഹിക്കാനാകുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിഷാദത്തിൽ ആമഗ്നനായവൻ, വിഷാദത്തിൽ മുങ്ങിപ്പോയവൻ എന്നുള്ള അർത്ഥത്തിലാണ് വിഷാദാമഗ്നൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. ദാ നോക്കിക്കേ, നമുക്ക് ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തില് ചോദ്യം വന്നിട്ടുണ്ട്. അത്തരത്തിൽ ചോദിച്ചിട്ടുള്ള, മുൻപ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ഘടകപദങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. 56ാമത്തെ പേജില് നമുക്കത് കാണാൻ സാധിക്കും. അതിന്റെ താഴെ അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഘടകപദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, വേദപാരംഗതൻ അതെങ്ങനെ വിഗ്രഹിക്കാം? വേദത്തിന്റെ പാരം ഗമിച്ചവൻ. അതായത് വേദം എന്ന് പറഞ്ഞാൽ 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവം. പാരം എന്ന് പറഞ്ഞാൽ സമുദ്രം, ഗമിച്ചവൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേർന്നവൻ, അതായത് വേദത്തിന്റെ മറുകര കണ്ടവൻ എന്നാണ്. വേദത്തെ വിശകലനം ചെയ്യുന്ന കാര്യത്തിൽ അവനെ കവച്ചു വയ്ക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ, ആ വേദങ്ങളുടെ മറുകര കണ്ടവൻ, അവനെയാണ് എന്ത് വിളിക്കുന്നത്? വേദപാരംഗതൻ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ച വിധാനം എങ്ങനെ വിഗ്രഹിക്കാം? പ്രപഞ്ചത്തിന്റെ വിധാനം എന്നാണ് വിഗ്രഹിക്കേണ്ടത്. അത്തരത്തിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഘടകപദങ്ങളാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. കുളമ്പടി ശബ്ദം എങ്ങനെ വിഗ്രഹിക്കാം? കുളമ്പടിയുടെ ശബ്ദം, അതാണ് കുളമ്പടി ശബ്ദം. കുരുവംശ ജാതന്മാർ എങ്ങനെ വിഗ്രഹിക്കും? കുരുവംശത്തിൽ ജാതരായവർ എന്ന് വിഗ്രഹിക്കാം. വീരസ്വർഗം, വീരന്മാർ എത്തിച്ചേരുന്ന സ്വർഗം, അതാണ് എന്ത്? വീരസ്വർഗം. പിന്നെ കാലാനുവർത്തി, കാലത്തെ അനുവർത്തിക്കുന്നത് എന്നാണ് വിഗ്രഹിക്കേണ്ടത്. ഭീകര പ്രതിസന്ധി, ഭീകരമായ പ്രതിസന്ധി. വേദശാസ്ത്രാദികൾ എങ്ങനെ വിഗ്രഹിക്കും? വേദം, ശാസ്ത്രം, ആദിയായവ, അങ്ങനെ വേണം വിഗ്രഹിക്കാൻ. പാദധൂളി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിലെ പൊടിയാണ്. അപ്പോ പാദത്തിലെ ധൂളി എന്ന് വേണം വിഗ്രഹിക്കാൻ. പിന്നെ ജയാപജയങ്ങൾ എങ്ങനെ വിഗ്രഹിക്കും? ജയവും അപജയവും. ജയത്തിന്റെ വിപരീതം എന്താ? അപജയം. അപജയം എന്ന് പറഞ്ഞാൽ എന്താ? പരാജയം എന്ന് തന്നെയാണ് അർത്ഥം. ജയത്തിന്റെ വിപരീതമായിട്ട് അപജയവും പരാജയവും വരാം എന്ന് ചുരുക്കം. അപ്പൊ ഇത്തരത്തിൽ ഘടകപദങ്ങളാക്കാൻ പാഠപുസ്തകത്തിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സമാന പദം കണ്ടെത്തുക. അരജൻ. അരജൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അസുരൻ, രാജാവ്, ഈശ്വരൻ, തൊഴിലാളി, ഇതിൽ ഏതാണ് അരജൻ എന്ന വാക്കിനോട് ചേർന്ന് നിൽക്കുന്നത്? ഉത്തരം കിട്ടിയോ? അരജൻ ആരാണ്? അരജൻ രാജാവാണ് കേട്ടോ. അരജൻ രാജാവാണ്. നോക്കിക്കേ, സ്കൂൾ പാഠപുസ്തകത്തില് 43ാമത്തെ പേജിൽ ഇതാ ഇവിടെ കാണാം നമുക്ക് അല്ലെ.
അധീനൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയവനാണ്. അരജൻ ആരാ? രാജാവാണ്. അസംഖ്യം എന്ന് പറഞ്ഞാൽ ന്യൂമറസ്, എണ്ണമറ്റ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അസ്തപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പ്രജ്ഞ അസ്തമിച്ചവൻ എന്നാണ് കേട്ടോ. ബുദ്ധി നശിച്ചവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം. ആക്രോശം എന്നാൽ നിലവിളിയാണ്. ആയതി എന്ന് പറഞ്ഞാൽ പ്രഭുത്വമാണ്. ഉടയോൻ, ഉടയോൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവമാണ് കേട്ടോ. ഉര ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. ഉഷ്ണം പിടിക്കുക, കഷ്ടപ്പെടുക അല്ലെങ്കിൽ വാശി പിടിക്കുക എന്നാണ് പ്രയോഗത്തിനർത്ഥം. പിന്നെ കക്കുക എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നും പിന്നെ ഛർദിക്കുക അല്ലെ, ഛർദിക്കുക എന്നും അർത്ഥമുണ്ട്. കാതം എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ അളവാണ്. ഒരു നാഴിക എത്ര വിനാഴികയാണ് എന്ന് LDC പരീക്ഷയിൽ ചോദിച്ചിരുന്നു. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് ആ ചോദ്യം വന്നത്. അത്തരത്തിൽ നാഴിക വിനാഴിക എന്നുള്ളത് സമയത്തിന്റെ കണക്കാണെങ്കിൽ ഇത് ദൂരത്തിന്റെ കണക്കാണ്. ഏത്? കാതം എന്നുള്ളത് കേട്ടോ. കാതം, അരക്കാതം, ഒരു കാതം എന്നൊക്കെ പറയാറുണ്ട്. ദൂരത്തിന്റെ അളവ്. കാരസ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാഞ്ഞിരമാണ്. കാഞ്ഞിരം. വളരെ പ്രസിദ്ധമായൊരു സുഭാഷിതമുണ്ടല്ലോ. എന്താ? കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ. ചിലർ അങ്ങനെയാണ് അല്ലെ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നായുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർ എത്ര ഉപദേശിച്ചാലും നന്നാവില്ല. അങ്ങനെയുള്ളവരെ പരിഹസിക്കാൻ വേണ്ടി ആ കുഞ്ചൻ നമ്പ്യാർ പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്ത്? കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ. മറക്കരുത് കേട്ടോ. കാരസ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? കാഞ്ഞിരമാണ്. കാഞ്ഞിരം. ദാ ഇവിടെ അതുണ്ടല്ലോ, പാഠപുസ്തകത്തിൽ അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശൈലിയായിട്ട് പ്രയോഗത്തിൽ ചോദ്യം വരാം, അതുപോലെ തന്നെ പദത്തിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടും ചോദ്യം വരാവുന്നതാണ്. കാരസ്കരം എന്താണ്? കാഞ്ഞിരം. ഏറ്റവും കയ്പുള്ളതാണ് അല്ലെ. അതിന്റെ കുരു പാലിൽ ഇട്ട് വെച്ചാല് ആ പാലിന്റെ ഗുണം അതിന് കിട്ടുവോ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം, അതിവിടെ വർക്കൗട്ട് ആകുമോ? ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കാഞ്ഞിരത്തിന്റെ കയ്പ് ഒരു കാലത്തും ശമിക്കില്ല. അതുപോലെയാണ് ചില മനുഷ്യരുടെ കാര്യവും. അവരുടെ ഉള്ളിലെ ദുഷിപ്പ് എന്തൊക്കെ സംഭവിച്ചാലും മാറില്ല എന്ന് കവി പറയുന്നു. പിന്നെ കുത്തൂട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തൂട്, ഒറ്റാൽ എന്ന് പറയുന്നത് പോലെ മീൻ പിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് എന്ത്? കുത്തൂട് എന്ന് പറയുന്നത് കേട്ടോ. ഒറ്റാലും അത് തന്നെയാണ്. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം, ചതി എന്നൊക്കെയാണ് അർത്ഥം. മറ്റൊരു ചോദ്യമായിട്ട് ഈ ചോദ്യ പേപ്പറിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൊറ്റ എന്ന് പറഞ്ഞാൽ ആഹാരമാണ്. ഗുൽഗുലു ഒരു മരുന്നാണ്. ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. ചിരഞ്ജീവി എങ്ങനെ വിഗ്രഹിക്കാം? ചിരകാലം ജീവിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ മരണമില്ലാത്തവൻ എന്നാണ് പ്രയോഗത്തിനർത്ഥം. തരിവള എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തരികൾ ഇട്ട വളയാണ്. തിക്തകം എന്ന് പറഞ്ഞാൽ വേപ്പ് അല്ലെങ്കിൽ കയ്പുള്ള മരുന്നാണ്. അതുകൊണ്ടാണ് മധുരം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? തിക്തം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. മധുരത്തിന്റെ വിപരീതം എന്താണ്? തിക്തമാണ്. ദ്രവ്യം എന്ന വാക്കിന് വസ്തു എന്നും സമ്പത്ത് എന്നും അർത്ഥമുണ്ട്. നിരാലംബൻ എന്ന് പറഞ്ഞാൽ ആരാ? ആശ്രയമില്ലാത്തവനാണ്. എങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്? നിഹി അധികം ആലംബൻ. അതാണ് വിഗ്രഹിച്ചെഴുതുമ്പോ എന്താകുന്നത്? നിരാലംബൻ എന്നായി മാറുന്നത് കേട്ടോ. ചേർത്തെഴുതുമ്പോ രാ എന്ന ശബ്ദം ആഗമിക്കും. പിന്നെ നൈരന്തര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇടവിടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കൽ അല്ലെങ്കിൽ തുടർച്ച എന്നുള്ള അർത്ഥത്തിലാണ് നിരന്തരം എന്ന് പ്രയോഗിക്കില്ലേ. അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന വാക്കാണ് ഏത്? നൈരന്തര്യം എന്നുള്ളത്. പിന്നെ പാറയളുക്കുകൾ എന്ന് പറഞ്ഞാൽ പാറ ഇടുക്കുകളാണ്. പിടുങ്ങുക എന്ന് പറഞ്ഞാൽ ബലമായി കൈക്കലാക്കുക. പോള, നീർപ്പോള എന്ന് പറഞ്ഞാൽ നീർക്കുമിള തന്നെയാണ്. പ്രധനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധനം പ്രസിദ്ധി നേടലാണ്. പ്രധനം പ്രസിദ്ധി നേടൽ. യുദ്ധം എന്നും അർത്ഥമുണ്ട് കേട്ടോ പ്രയോഗത്തിന്. ഭോഷർ എന്ന് പറഞ്ഞാൽ ആരാ? ബുദ്ധിയില്ലാത്തവരാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൽപ്പിതമാണ്, അൺറിയൽ ആണ്. മിഥ്യ മായ എന്നർത്ഥം. മിഥ്യയുടെ വിപരീതം എന്താ? റിയൽ ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കേതാ? തഥ്യയാണ് കേട്ടോ. മിഥ്യ എന്ന വാക്കിന്റെ വിപരീതം തഥ്യയാണ്. വാഞ്ചിതം. വാഞ്ചിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. അഭിവാഞ്ച എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹമാണ്. പരീക്ഷയ്ക്ക് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്. ശരിയായ പദം ഏത് എന്ന തരത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അഭിവാഞ്ച എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. അതിയായ ആഗ്രഹം എന്നാണ് പ്രയോഗത്തിനർത്ഥം. ശമിക്കുക എന്ന് പറഞ്ഞാൽ ഭേദമാകുക. സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് കേട്ടോ. സന്തതി എന്ന് പറഞ്ഞാൽ മക്കളാണ്. സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് പ്രയോഗത്തിനർത്ഥം. സുസ്മേരവദനൻ എന്ന് പറഞ്ഞാൽ
പുഞ്ചിരി തൂകുന്ന മുഖത്തോട് കൂടിയവൻ എന്നാണ്. സ്മേരം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയാണ് കേട്ടോ. സുസ്മേരം എന്ന് പറഞ്ഞാൽ നല്ല പുഞ്ചിരി എന്ന് വേണമെങ്കിൽ പറയാം. വദനം നമുക്കറിയാം മുഖമാണ്, വദനൻ മുഖത്തോട് കൂടിയവനാണ്. അപ്പൊ സുസ്മേരവദനൻ ആരാ? പുഞ്ചിരി തൂകുന്ന മുഖത്തോട് കൂടിയവൻ. സ്ഫുരിക്കുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? പ്രകാശിക്കുക എന്നാണ്. സ്ഫുരിക്കുക, പ്രകാശിക്കുക. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളച്ചും തിരിച്ചും ഒക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. പ്രസ്താവനാ ചോദ്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കൈരവം എന്ന വാക്കിന്റെ അർത്ഥം ആമ്പൽ എന്നാണെങ്കിൽ കൈതവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുളയാണോ, നുണയാണോ, താമരയാണോ, സൂര്യനാണോ? കൈതവം. കൈതവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൈരവം ആമ്പലാണ്, കൈതവം നുണ അല്ലെങ്കിൽ ചതി, വഞ്ചന എന്നൊക്കെയാണ് പ്രയോഗത്തിനർത്ഥം. ദാ നോക്കിക്കേ, പാഠപുസ്തകം 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് 44-ാമത്തെ പേജില് നമുക്കത് കാണാൻ സാധിക്കും. ദാ ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാരസ്കരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, കൈതവം, കള്ളം, ചതി എന്നൊക്കെയാണ് പ്രയോഗത്തിന്റെ അർത്ഥം. ബാക്കിയുള്ള വാക്കുകളും കൂടി പരിശോധിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: വിപരീത പദം കണ്ടെത്തുക. സാന്ദ്രം. സാന്ദ്രം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ദീർഘം, അധീനം, ആർദ്രം, ദീപ്രം. ഏതാണ് ശരിയായ ഉത്തരം? സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഡെൻസ് അല്ലെ. സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. നമുക്കറിയാം ഇടതൂർന്നത് എന്നുള്ള അർത്ഥത്തിലാണ് സാന്ദ്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ ഇടതൂർന്നത് അല്ലാത്തത് അല്ലെങ്കിൽ അയഞ്ഞത് എന്നർത്ഥം വരുന്ന വാക്ക് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? ദീർഘമാണോ, അധീനമാണോ, ആർദ്രമാണോ, ദീപ്രമാണോ? ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ആർദ്രമാണ്. ആർദ്രം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? നനവുള്ളത് എന്നാണ്. വെറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ആർദ്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ ഇടതൂർന്നതാണെങ്കിൽ ഇവിടെ അയഞ്ഞതാണ്. ആ അർത്ഥത്തിൽ സാന്ദ്രത്തിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? ആർദ്രം എന്ന വാക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വാക്കുകളുടെ വിപരീത പദം ഒന്ന് പരിശോധിക്കാം. ഹ്രസ്വം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? ദീർഘം എന്നാണ് കേട്ടോ. ഹ്രസ്വം നീളം കുറഞ്ഞതാണെങ്കിൽ നീളം കൂടിയതാണ് ഏത്? ദീർഘം. അധീനം എന്ന് പറഞ്ഞാൽ കീഴടങ്ങലാണ്. മറ്റാരുടെയെങ്കിലും വരുതിക്ക് നിൽക്കുന്നതിനെയാണ് അധീനപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഇഷ്ടത്തിന് പെരുമാറുന്നതിന് എന്ത് പറയാം? സ്വച്ഛന്തം എന്ന് പറയാം. അപ്പൊ അധീനത്തിന്റെ വിപരീതം എന്താണ്? സ്വച്ഛന്തമാണ്. സ്വച്ഛന്ത മൃത്യു കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ. അതുപോലെ അടുത്തത് ശാലീനം എന്ന വാക്കിന്റെ വിപരീതമാണ് ദീപ്രം. ഇത് മലയാളത്തിലെ കവിതകളൊക്കെ രചിക്കുമ്പോൾ ഉള്ള ഒരു രചനാരീതിയാണ്. എന്താണ് ശാലീനം എന്ന് പറഞ്ഞാല്? നമ്മുടെ ഉള്ളൂരിന്റെയൊക്കെ രചനകളിൽ നിന്ന് വിപരീതമായ ഒന്നാണ് ശാലീനമായ കാവ്യരചന എന്ന് പറഞ്ഞാല്. അതായത് ഒരുപാട് അലങ്കാരങ്ങളൊന്നും അങ്ങനെ വാരിക്കോരി ചൊരിയില്ല. ആവശ്യത്തിന് മാത്രം അലങ്കാരം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാവ്യപ്രയോഗമായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ശാലീനം എന്ന് പറയുന്നത്. അതിന്റെ വിപരീതമാണ് ദീപ്രം എന്ന് പറഞ്ഞാൽ ദീപ്രത്തിന്റെ അർത്ഥം എന്തായിരിക്കും? അനാഡംബരമല്ല, ആഡംബരപൂർണമായ അസാമാന്യമായ ചമത്കാരമുള്ള രചനാരീതിയാണ് എന്ത് പറയുന്നത്? ദീപ്രം എന്ന് പറയുന്നത് കേട്ടോ. ശാലീനം വിപരീതം ദീപ്രം. ഖണ്ഡനം വിപരീതം മണ്ഡനം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഖണ്ഡനം എന്ന് പറഞ്ഞാല്? ഖണ്ഡനം എന്ന് പറഞ്ഞാല് ഒരു സാഹിത്യകൃതിയെ ഏറ്റവും വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നതിനെ, ക്രിറ്റിസൈസ് ചെയ്യുന്നതിനെയാണ് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത്. ഖണ്ഡിക്കുക, മുറിക്കുക എന്നാണല്ലോ. അപ്പൊ അത്രമാത്രം ഡീപ്പായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ് ഖണ്ഡനമെങ്കിൽ മണ്ഡനം എന്താണ്? ആസ്വാദന തലത്തിൽ നിന്നുള്ള നോക്കിക്കാണലാണ്. അതായത് ഈ പറയുന്നത് പോലെ കൃതിയിലെ നല്ല അംശങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വിലയിരുത്തുന്നതിനെയാണ് മണ്ഡന വിമർശനം എന്ന് പറയുന്നത്. അതുപോലെ ശാലീനത്തിന്റെ വിപരീതം ദീപ്രമാണ് എന്ന് അറിഞ്ഞു വെക്കുക. പാഠപുസ്തകത്തിൽ ഇത് എവിടെ നിന്നാ ചോദിച്ചതെന്നറിയാവോ? പാഠപുസ്തകത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് സാന്ദ്രം. ദേ കണ്ടോ, സാന്ദ്രം എന്ന വാക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ രാമായണത്തിന്റെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ഭാഗത്തിന്റെ പേര് സാന്ദ്ര സൗഹൃദം എന്നാണ്. അപ്പൊ അതിന്റെ ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. സാന്ദ്രം എന്ന വാക്കിന് ദൃഢമായ, നിറഞ്ഞ, ഇടതൂർന്ന എന്നൊക്കെയാണ് പ്രയോഗത്തിനർത്ഥം. മറ്റു വാക്കുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കണേ. അരുണൻ സൂര്യൻ, അസഹനീയം സഹിക്കാനാവാത്തത്, അസ്മാകം നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നാണ്. അതിന്റെ വിപരീതമാണ് എന്ത്? യുഷ്മാകം, നിങ്ങളുടെ എന്നാണ് പ്രയോഗത്തിനർത്ഥം കേട്ടോ. അസ്മാകത്തിന്റെ വിപരീതം എന്താണ്? യുഷ്മാകമാണ്.
പിന്നെ ആകസ്മികം, പെട്ടെന്നുണ്ടായത്. ആത്മവൽ സർവഭൂതാനി, എല്ലാറ്റിനെയും സ്വന്തമായി കാണുന്ന എന്നാണ് പ്രയോഗത്തിനർത്ഥം. ഇന്ധനം വിറകാണ്. ഉദ്ദിഷ്ടം, നിശ്ചയിക്കപ്പെട്ട എന്നാണ് പ്രയോഗത്തിനർത്ഥം. കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്ന് പ്രയോഗത്തിനർത്ഥം. കടാക്ഷം എന്ന് പറഞ്ഞാൽ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടമാണ്, അല്ലെ? കടക്കണ്ണുകൊണ്ട് ആഗ്രഹപൂർവ്വം നോക്കുന്നതിനെയാണ്. നമ്മുടെ ദുഷ്യന്തനെ, അല്ലെ, ശകുന്തള നോക്കിയതുപോലെയുള്ള ആ നോട്ടത്തെയാണ് എന്ത് പറയുന്നത്? കടാക്ഷം എന്ന് പറയുന്നത്. ഗൃഹസ്ഥൻ, ഗൃഹനായകനാണ്. അതിന്റെ എതിർലിംഗ പദമാണ് എന്ത്? ഗൃഹസ്ഥ. ചെമ്മേ എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ. താപം എന്ന വാക്കിന് സങ്കടമെന്നും ചൂട് എന്നും അർത്ഥമുണ്ട്. തേവി തേവി, കോരിക്കോരി എന്നാണ് പ്രയോഗത്തിനർത്ഥം. തുരപ്പ് എന്ന് പറഞ്ഞാൽ തുരങ്കമാണ്. നിയോഗം എന്ന് പറഞ്ഞാൽ കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ് പ്രയോഗത്തിനർത്ഥം. പുക്ക് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കലാണ്. പടവിളി യുദ്ധകാഹളമാണ്. പെരുങ്കാട് കൊടുങ്കാട്, പെരുകുന്ന വർദ്ധിക്കുന്ന, പൊറുതികെട്ട സഹിക്കാനാവാത്ത, മറന്നീലല്ലി മറന്നിട്ടില്ലല്ലോ എന്നാണ്. മാർത്താണ്ഡൻ സൂര്യന്റെ പര്യായമാണ്. മോദാൽ സന്തോഷത്തോടെ. മോദം എന്ന വാക്കിന്റെ വിപരീതമാണ് എന്ത്? ഖേദം. മോദം സന്തോഷമാണെങ്കിൽ ഖേദം ദുഃഖമാണ്. വടു എന്ന് പറഞ്ഞാൽ മുറിവുണങ്ങിയ പാടിനെയാണ് വടു എന്ന് പറയുന്നത്. വർണ്ണത്തിളക്കം നിറപ്പകിട്ടാണ്. വേവലാതി പരിഭ്രമമാണ്. വാദ്യാർ എന്ന് പറഞ്ഞാൽ ആരാ? കുടുംബ പുരോഹിതൻ അല്ലെങ്കിൽ അധ്യാപകനെയാണ് വാദ്യാർ എന്ന് വിളിക്കുന്നത്. സാന്ദ്രം ദൃഢമായത്. സാഹസം കഴിവിനപ്പുറമുള്ള അല്ലെങ്കിൽ വിവേകശൂന്യമായ പ്രവൃത്തിയാണ് സാഹസം എന്ന് പറയുന്നത്. സൗഹൃദം സ്നേഹത്തിന്റെ പര്യായമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഒറ്റപ്പദം എഴുതുക. ഗൃഹത്തെ സംബന്ധിച്ചത്. ഗൃഹ്യം, ഗ്രാഹ്യം, ഗാർഹികം, ഗൃഹികം. ഇതിലേതാണ് ശരിയായ പ്രയോഗം? ശരിയായ പ്രയോഗം ഓപ്ഷൻ സി ആണ്. ഗാർഹികം. ഗാർഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃഹത്തെ സംബന്ധിച്ചത് എന്നാണ്. ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളലാണ് കേട്ടോ. ഉൾക്കൊള്ളൽ എന്ന് പറയാം. ത്യാജ്യഗ്രാഹ്യ വിവേകം കേട്ടിട്ടുണ്ടാകുമല്ലോ. നമ്മൾ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ത്യാജ്യം എന്ന വാക്കിന്റെ വിപരീതമാണ് എന്ത്? ഗ്രാഹ്യം. ത്യജിക്കുക, വേണ്ടെന്ന് വയ്ക്കുക. ഗ്രഹിക്കുക, ഉൾക്കൊള്ളുക. അപ്പൊ ത്യാജ്യം വിപരീതം ഗ്രാഹ്യമാണ്. ഗൃഹത്തെ സംബന്ധിച്ചത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഗാർഹികമാണ്. ചോദ്യം എവിടെ നിന്ന് വന്നു? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഗാർഹികം. കണ്ടോ? ഗാർഹികം എന്ന വാക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. പാഠപുസ്തകത്തിലെ 30-ാമത്തെ പേജിൽ നിന്നുള്ള ചോദ്യമാണ്. അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ് പ്രയോഗത്തിനർത്ഥം. അനർഘം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്തത് എന്നർത്ഥം. അനിത്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ലാത്ത. നിത്യം എന്ന വാക്കിന്റെ വിപരീതമാണ് അനിത്യം. സ്ഥിരം വിപരീതം അസ്ഥിരം എന്ന് പറയുമല്ലോ, അതുപോലെ. അനിർവചനീയം നിർവചിക്കാനാകാത്തത്. അരജൻ ആരാ? രാജാവാണ് കേട്ടോ. അരജൻ രാജാവ്. അരവിന്ദം താമര. ആരാമം പൂന്തോട്ടം. ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അരജൻ രാജാവ്, ഇനൻ സൂര്യൻ, ഉടയോൻ ദൈവം കേട്ടോ. ഉത്കർഷം ഉയർച്ചയാണ്. കലവി എന്ന് പറഞ്ഞാൽ കളി അഥവാ ആഘോഷം എന്നാണ് പ്രയോഗത്തിനർത്ഥം. ക്ലേശഭൂയിഷ്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നിറഞ്ഞത് എന്ന് പ്രയോഗത്തിനർത്ഥം. ഖനീഭവിച്ച കട്ട പിടിച്ച. ജീവിത ദുർഗം ജീവിത പ്രയാസം. ഡംഭം അഹങ്കാരം. തരസ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന്. താദാത്മ്യം പ്രാപിക്കുക ഒന്നായി ചേരുക ഐക്യപ്പെടുക എന്നാണ് പ്രയോഗത്തിനർത്ഥം. തിരോഭവിക്കുക മറയുക എന്നാണ്. ആവിർഭവിക്കുക എന്ന വാക്കിന്റെ വിപരീതമാണ് എന്ത്? തിരോഭവിക്കുക കേട്ടോ. ആവിർഭാവം വിപരീതം തിരോഭാവമാണ്. ആവിർഭവിക്കുക എന്നതിന്റെ വിപരീതം എന്താണ്? തിരോഭവിക്കുക. ദുരൂഹത ഊഹിക്കാൻ വിഷമമുള്ളതാണ്. നവോത്ഥാനം പുത്തൻ ഉണർവാണ്. നവോത്ഥാനം എങ്ങനെ പിരിച്ചെഴുതണം? നവ അധികം ഉത്ഥാനം. ഇതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? നവോത്ഥാനം എന്ന് ആകുന്നത്. പിന്നെ നൈതിക ധർമ്മം നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. പത്മാസനം. പത്മാസനം എന്ന് പറഞ്ഞാൽ താമരാകൃതിയിൽ അനുഷ്ഠിക്കുന്ന യോഗാസനത്തെയാണ് എന്ത് പറയുന്നത്? പത്മാസനം എന്ന് പറയുന്നത്. പീയൂഷം എന്ന് പറഞ്ഞാൽ അമൃതിന്റെയും തേനിന്റെയും പര്യായമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. പുരികുഴൽ. കുഴൽ എന്ന വാക്കിന് തലമുടി എന്ന അർത്ഥമുണ്ട്, നമുക്കറിയാം അല്ലെ? പുരികുഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റം ചുരുണ്ട മനോഹരമായ തലമുടിയെയാണ് പുരികുഴൽ എന്ന് പറയുന്നത്. പൂപ്പാലിക പൂത്തട്ടമാണ്. പ്രചോദനം പ്രേരണയാണ്.
പ്രതീകം എന്ന് പറഞ്ഞാൽ അടയാളമാണ്. അതുപോലെ അഭിജ്ഞാനം എന്ന വാക്കിനും അടയാളം എന്ന് തന്നെ അർത്ഥം. അഭിജ്ഞാനം അടയാളമാണ് കേട്ടോ. പിന്നെ എന്താണ് മുഖരിതം എന്ന് പറഞ്ഞാൽ മുഴങ്ങുന്ന എന്നാണ്. ലൗകികം ലോകസംബന്ധമായ. ലൗകികം എന്ന് എഴുതുമ്പോൾ കായ്ക്ക് ദീർഘം വേണോ? വേണ്ട കേട്ടോ. ലൗകികം തെറ്റാണ്, ലൗകികം ആണ് ശരിയായ പ്രയോഗം. വട്ടൻ ഭ്രാന്തൻ എന്ന അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. വട്ടൻ എന്ന പേരിൽ ഒരിനം നെല്ലുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കണേ. വിധൗ എന്ന് പറഞ്ഞാൽ സമയത്ത്. വിനിവേശയന്തം എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന എന്ന് പ്രയോഗത്തിനർത്ഥം. പിന്നെ വിരാജിക്കുക, ശോഭിക്കുക. വൈദികം വേദത്തെ സംബന്ധിച്ചത്. എവിടെയും ഈ പറഞ്ഞതുപോലെ നോക്കിക്കേ, ദായ്ക്ക് ദീർഘം ഉണ്ടോ? ഇല്ല കേട്ടോ. വൈദികം വേദത്തെ സംബന്ധിക്കുന്നത്. ശബളം കൂടിക്കലർന്ന. സുഹൃതം പുണ്യം. സന്നദ്ധം ഒരുങ്ങിയ എന്നാണ് പ്രയോഗത്തിനർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പ്രയോഗം കണ്ടെത്തുക. ഭയചകിതൻ, ശബ്ദമുഖരിതം, നേത്രോന്മീലനം, നൈതിക ധർമ്മം. ഇതിലേതാണ് ശരിയായ പ്രയോഗം എന്നതാണ് അടുത്ത ചോദ്യം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഇതൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളല്ലേ? ഭയചകിതൻ, ശബ്ദമുഖരിതം, നേത്രോന്മീലനം, നൈതിക ധർമ്മം. പക്ഷേ ഇതിൽ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നൈതിക ധർമ്മമാണ് ശരിയായ പ്രയോഗം. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ എന്താ നൈതിക ധർമ്മത്തിന്റെ അർത്ഥം. നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെയാണ് നൈതിക ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബാക്കിയുള്ള പ്രയോഗങ്ങളിലെ തെറ്റ്? ചകിതൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? ഭയപ്പെട്ടവൻ എന്നാണ്. പിന്നെ അതിന്റെ മുമ്പിൽ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല? ഭയചകിതൻ എന്ന് ചേർക്കേണ്ട ആവശ്യം ഇല്ല. മുഖരിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മുഴങ്ങിക്കേൾക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഈ മുഴങ്ങി കേൾക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ശബ്ദമായിരിക്കും അല്ലെ? അപ്പൊ പിന്നെ അതിന്റെ മുമ്പിൽ എന്തിന്റെ ആവശ്യമില്ല? ശബ്ദം എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല. നേത്രോന്മീലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്മീലനം വിപരീതം നിമീലനമാണ് കേട്ടോ. ഉന്മീലനം വിപരീതം നിമീലനം. നിമീലനം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കലാണ്. അപ്പോ ഉന്മീലനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണു തുറക്കലാണ്. ഉന്മീലനം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണു തുറക്കലാണ്. അപ്പോ ഉന്മീലനം എന്ന വാക്കിന്റെ മുമ്പിൽ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല? നേത്രം എന്ന വാക്ക് ചേർക്കേണ്ട ആവശ്യം ഇല്ല. നേത്രോന്മീലനം എങ്ങനെ പിരിച്ചെഴുതും? നേത്രം അധികം ഉന്മീലനമാണോ? അല്ല, നേത്ര അധികം ഉന്മീലനമാണ്. എങ്ങനെ മനസ്സിലായി? ആയും ഊവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ചേർത്തെഴുത്തിൽ ഏത് ശബ്ദം വരുന്നത്? ഓ എന്ന ശബ്ദം വരുന്നത്. ചേർത്തെഴുത്തിൽ നേത്രോന്മീലനം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തു മനസ്സിലാക്കാം? ആദ്യത്തെ വാക്ക് നേത്ര എന്നും രണ്ടാമത്തെ വാക്ക് ഉന്മീലനം എന്നുമാണ് പിരിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നൈതിക ധർമ്മം മാത്രമാണ് ഇതിൽ ശരിയായ പ്രയോഗമായിട്ടുള്ളത്. പിന്നെ അടുത്ത ചോദ്യം ഇതാണ്. ത്യാഗം എന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. ആരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഈ വരികൾ എന്നതാണ് ചോദ്യം. പരീക്ഷയ്ക്ക് പലയാവർത്തി ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഞാൻ പറയാം. അപ്പോ ത്യാഗം എന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. ഇതാരെ കുറിച്ച് പാടിയതാണ്? ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ പാടിയതാണോ? പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ പാടിയതാണോ? ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയതാണോ? AR രാജരാജവർമ്മയെ കുറിച്ച് കുമാരനാശാൻ എഴുതിയതാണോ? ഏതാണ് ശരിയായ ഉത്തരം? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഗാന്ധിജിയെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന കാവ്യത്തിലെ ഏതാനും വരികളാണ് നമ്മൾ ഇവിടെ കണ്ടത്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് പഠിക്കാനുണ്ട്. എന്റെ ഗുരുനാഥൻ ദാ നോക്കിക്കേ. കാവ്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ? ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരക മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണിച്ചളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സവണ്ണമൻ ഗുരുനാഥൻ എന്ന് വള്ളത്തോള് ഗാന്ധിജിയെ വാഴ്ത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിലെയാണ് അല്ലെ? സാഹിത്യമഞ്ജരിയുടെ 4ാം ഭാഗത്തിലാണ് എന്റെ ഗുരുനാഥൻ എന്ന കവിത കാണാൻ സാധിക്കുന്നത്. പിന്നെ
ബാക്കിയുള്ള ഓപ്ഷനുകൾ അവിടെ ഉണ്ടല്ലോ അല്ലെ. ബാക്കിയുള്ള ഓപ്ഷനുകളിൽ ഇതേ നോക്കിക്കേ, ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ, അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും അല്ലെ. ഏതാണ് ആ കവിത? ദിവ്യഗോകുലമാണ്. ദിവ്യഗോകുലം എന്ന കവിത കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കവിതയെ കുറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക മനസ്സിൽ ഒരു വിദൂര സൂര്യോദയത്തിന്റെ അവശിഷ്ടകാന്തി സമ്പത്ത് പോലെ ശേഷിക്കുന്ന ആ സമാഗമം നടന്നത് 1922 നവംബർ 15 ആര് തമ്മിലുള്ള സമാഗമമാണ്? പറയാം. സ്ഥലം ശിവഗിരി. മലയാളി ജീവിതത്തെ ചൂഴ്ന്നു നിന്നിരുന്ന ജാതി തമസ്സിലേക്ക് അദ്വൈതബോധത്തിന്റെ അനഘരശ്മികൾ പായിച്ച നാരായണ ഗുരുവിനാൽ വാസപവിത്രമായി തീർന്ന കേരളീയ നവോത്ഥാനത്തിന്റെ പുണ്യസ്ഥലി ശിവഗിരി. അവിടേക്ക് ഇതുപോലൊരു ദിവസമാണ് 100 നൂറ്റാണ്ട് മുമ്പ് ഭാരതീയ സർഗാത്മകതയുടെയും ആത്മീയതയുടെയും പരമാവതാരമായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വന്നു ചേർന്നത്. ആ കണ്ടുമുട്ടലിന് സാക്ഷിയായി ഗുരുവിന്റെ മാനസപുത്രനായ ആ മഹാകവിയും ഉണ്ടായിരുന്നു. ഏത് മഹാകവി? മഹാകാവ്യം എഴുതിയിട്ടില്ലാത്ത മഹാകവി കുമാരനാശാൻ. ആശാനാണ് ഗുരുവിനും ടാഗോറിനും ഇടയിൽ ഒരു ദ്വിഭാഷിയുടെ ധന്യമായ ഇടനില വഹിച്ചത് എന്ന് പറയപ്പെടുന്നു. അതായത് ഈ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുവിന്റെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും കണ്ടുമുട്ടലിനെ കുറിച്ചാണ്. 102 വർഷത്തോളം ആകുന്നു. 1922 അവർ കണ്ടുമുട്ടിയത്. അപ്പോ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി അല്ലെ, അല്ലെങ്കിൽ ഹിന്ദി ഭാഷയാണ് സംസാരിക്കുന്നത്. ശ്രീനാരായണ ഗുരു മലയാളവും. അപ്പോൾ ഒരു ആശയ സംവേദനത്തിന് ഒരു ദ്വിഭാഷിയുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഇടനിലയായിട്ട് നിന്നത് ആരാണ്? കുമാരനാശാനാണ്. അതിന്റെ സ്മരണയ്ക്കായിട്ട്, അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് ഏത്? ദിവ്യഗോകുലം എന്നത്. ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും മുഖാമുഖം നിൽക്കുന്ന ഈ ചിത്രം, അതിന്റെ ഇടനിലയായിട്ട് കുമാരനാശാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എഴുതിയ കവിത. 2 കവിതകളിലൂടെയാണ് ആശാൻ ആ അനന്യ സന്ദർഭത്തിന് ചിരസ്ഥായിയായ വാങ്മയ രേഖ ചമച്ചത്. സ്വാഗത പഞ്ചകവും ദിവ്യഗോകുലവും എന്നിവയാണ് ആ കവിതകൾ. ആദ്യത്തേത് സംസ്കൃതത്തിലും, അതായത് സ്വാഗത പഞ്ചകം എഴുതിയത് സംസ്കൃതത്തിലാണ്. ദിവ്യഗോകുലം എന്ന കവിത എഴുതിയതോ മലയാളത്തിലുമാണ്. ടാഗോറിനു കൂടി അഭിഗമ്യമായ ഭാഷ എന്ന നിലയിലാണ് ആശാൻ 5 ശ്ലോകങ്ങളുള്ള സ്വാഗത പഞ്ചകം അഥവാ സ്വാഗത ഗീതി എന്ന കൃതി സംസ്കൃതത്തിൽ രചിച്ചത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അല്ലേ. പി കുഞ്ഞിരാമൻ നായരെ കണ്ടോ? കളിയച്ഛൻ തുടങ്ങിയ കവിതകൾ എഴുതിയിട്ടുള്ള, കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ എഴുതിയിട്ടുള്ള മഹാകവിയാണ് ആര്? പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ചിത്രവും നമുക്കിവിടെ കാണാം. പലയാവർത്തി ആ കവിതയെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമാണ് ആ കവിത. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാൾ ആർദ്രത, ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകം അങ്ങനെ, നിനക്ക് എഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ, നിനക്ക് കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണപുസ്തകം, നിനക്ക് മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര, പഠിക്കൽ വന്നു കൂകുന്നു പട്ടിണിപ്പൊന്നുഷസ്സുകൾ, ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞപാതകൾ വിട്ടു നീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്ത് മേയുന്ന വേളയിൽ പൊൻകോലം കേറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിന്റെ മസ്തകം, ഇരുമ്പ് കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പാദങ്ങളും, ഉന്നം തെറ്റാതെ തോക്കിന്നുമായില്ല നിന്നെ വീഴ്ത്തുവാൻ, കേമന്മാർ ഓമനിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ എന്ന മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ, ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുഖൻ, അണുധൂളി പ്രസാരത്തിൻ അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവപുണ്യത്തിന്റെ കയങ്ങളിൽ, നീ കൃഷ്ണശിലതൻ താളം, വിണ്ണിലോലുന്ന നീലിമ, ആഴിതൻ നിത്യമാം തേങ്ങൽ, പൗർണമിക്കുള്ള പൂർണത, അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം, എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്നാണ്. മേഘരൂപൻ എന്ന് പറഞ്ഞാൽ കാളിദാസനെ മേഘരൂപൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മേഘത്തിന്റെ രൂപത്തോട് കൂടിയവൻ ആരോ അവൻ. ആരാ? ആനയുടെ പര്യായമാണ് ശരിക്കും മേഘരൂപൻ എന്നുള്ളത്. കാളിദാസനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കാറുള്ളത്. മലയാളത്തിൽ കാളിദാസന്റെ പ്രതിഭയ്ക്ക് തുല്യമായ പ്രതിഭയോട് കൂടിയവനാണ് അത്ര പി കുഞ്ഞിരാമൻ നായർ. ആ അർത്ഥത്തിലാണ് ആറ്റൂർ രവിവർമ്മ അദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രിബ്യൂട്ടായിട്ട് മേഘരൂപൻ എന്ന കവിത രചിച്ചിട്ടുള്ളത്. പിന്നെ AR രാജരാജവർമ്മയെ കുറിച്ച്
കുമാരനാശാൻ എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അല്ലെ. കുമാരനാശാന്റെ ആധ്യാത്മിക ഗുരുവാണ് ശ്രീനാരായണ ഗുരുവെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ ഗുരുവാണ് ആര്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മ മരിച്ച അവസരത്തിൽ ദുഃഖം താങ്ങാനാകാതെ കുമാരനാശാൻ എഴുതിയ കവിതയാണേത്? പ്രരോദനം എന്നത് കേട്ടോ. ചോദ്യം പൂർണ്ണമാകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: കർണൻ കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാള നോവൽ ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ, രണ്ടാമൂഴം, തീക്കടൽ കടഞ്ഞ് തിരുമധുരം, ഭാരത പര്യടനം. ഏതാ ശരിയായ ഉത്തരം? കർണൻ കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാള നോവലിന്റെ പേര്, PK ബാലകൃഷ്ണൻ എഴുതിയ നോവലിന്റെ പേര് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നാണ്. കർണനും ദ്രൗപദിയുമാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. ഇതാണ് PK ബാലകൃഷ്ണൻ കേട്ടോ. കർണന്റെ സമ്പൂർണ്ണ കഥ എന്ന പേരിൽ പ്രസിദ്ധമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഒരു പക്ഷേ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് MT രചിച്ച രണ്ടാമൂഴം എന്ന നോവലിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന വളരെ പ്രസിദ്ധമായ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. രണ്ട് നോവലിനും വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, അതിലെ വളരെ പ്രസിദ്ധമായ ഒരു ഡയലോഗ് കൂടി ഇവിടെ ഉൾപ്പെടുത്തുകയാണ്: ശത്രുവിനോട് ദയ കാട്ടരുത്, ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. അല്ലെ, MTയുടെ കൃതികളിലൊക്കെ കിടിലൻ ഡയലോഗുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഒരു വടക്കൻ വീരഗാഥയിലൊക്കെ കണ്ടതുപോലെ കിടിലൻ ഡയലോഗുകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അത് നമുക്കിവിടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അത്തരത്തിലൊരു ഡയലോഗാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. MT വാസുദേവൻ നായർ രചിച്ച രണ്ടാമൂഴം, ഭീമനാണ് അതിൽ കേന്ദ്ര കഥാപാത്രമാകുന്നത്. മഹാഭാരതത്തെ അധികരിച്ച് MT രചിച്ച ഈ നോവലിനാണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്. പിന്നെ ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവൽ രചിച്ചത് ആരാണ്? C രാധാകൃഷ്ണനാണ്. C രാധാകൃഷ്ണന് മൂർത്തിദേവി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരമാണ്. ഇവിടെ എന്താണ് ആ നോവലിന്റെ പ്രാധാന്യം? ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. എന്താണ്? എഴുത്തച്ഛന്റെ ജീവിതത്തിലേക്കും, ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ, എഴുത്തച്ഛന്റെ ജീവിതത്തിലേക്കും സർഗപ്രതിഭയിലേക്കുമുള്ള അസാധാരണമായ അന്വേഷണമാണ് ഏത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. എഴുത്തച്ഛന്റെ ജീവിതം പശ്ചാത്തലമാക്കിക്കൊണ്ട് C രാധാകൃഷ്ണൻ രചിച്ച നോവൽ ആണ് ഏത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. കിട്ടിയല്ലോ. പിന്നെ ഭാരത പര്യടനം എന്നുണ്ടായിരുന്നു ഓപ്ഷനില്. ഭാരത പര്യടനം കുട്ടിക്കൃഷ്ണമാരാർ രചിച്ച കൃതിയാണ്, സഞ്ചാര സാഹിത്യ കൃതി അല്ല. പിന്നെയോ മഹാഭാരത നിരൂപണമാണ് ഭാരത പര്യടനം. മലയാളത്തിൽ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മഹാഭാരതത്തിന് ഉണ്ടായിട്ടുള്ള മികച്ച നിരൂപണങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്ന കൃതിയാണ് ഭാരത പര്യടനം. 1948 ഈ കൃതി പുറത്തിറങ്ങുന്നത്. മഹാഭാരതത്തിന്റെ പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കൃതിയാണ്. അമാനുഷർ എന്ന് കരുതുന്ന കഥാപാത്രങ്ങളെ മനുഷ്യരായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ശക്തി ദൗർബല്യങ്ങൾ മാരാർ തുറന്നു കാണിക്കുന്നു. ഇതിൽ കർണന്റെ കഥാപാത്ര സൃഷ്ടി അത് വളരെ പ്രസിദ്ധമാണ്. അതിന്റെ വിശകലനവും ഏറെ പ്രഖ്യാതമാണ്. യുദ്ധത്തിന്റെ അരങ്ങേറ്റം എന്ന ഒരു ഭാഗമുണ്ട് ഭാരത പര്യടനം എന്ന കൃതിയിൽ. അതിൽ കർണന്റെ വ്യക്തിത്വത്തെ അതിഗഹനമായി തന്നെ കുട്ടിക്കൃഷ്ണമാരാർ അവതരിപ്പിക്കുന്നുണ്ട്. പാഠപുസ്തകത്തിൽ അത് പണ്ട് പഠിക്കാനും ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്, അവസാനത്തെ ചോദ്യം. ഈ ചോദ്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്ത്? ഭാഷാ മിഷൻ, മലയാളവേദി, മലയാളം മിഷൻ, സർഗ കൈരളി. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം മലയാളം മിഷൻ ആണ് കേട്ടോ. മലയാളം മിഷൻ. മലയാളം മിഷന്റെ ആപ്തവാക്യം വളരെ പ്രസിദ്ധമാണ്. എന്താണ്? എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നാണ് മലയാളം മിഷന്റെ ആപ്തവാക്യം. മലയാളം മിഷന്റെ ചിഹ്നം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് അവരുടെ എംബ്ലം കേട്ടോ. നോക്കിക്കേ, മലയാളം മിഷനെ കുറിച്ച്. ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മലയാളം മിഷൻ പ്രവർത്തിക്കുന്നത്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നതാണ് മിഷന്റെ മുദ്രാഭാഷ്യം.
2009 ജനുവരി 19 മലയാളം മിഷൻ രൂപവത്കരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അതേ വർഷം ഒക്ടോബർ 22 മലയാളം മിഷൻ കേരള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. മലയാള ഭാഷാ പഠനത്തിനായി നിലവിൽ 4 കോഴ്സുകളാണ് മലയാളം മിഷൻ നടത്തുന്നത്. പ്രാഥമിക കോഴ്സിന്റെ പേര് കണിക്കൊന്ന. 6 വയസ്സ് പൂർത്തിയായ ആർക്കും സർട്ടിഫിക്കറ്റ് കോഴ്സിന് 2 വർഷം നീണ്ട ഈ കോഴ്സിന് ചേരാവുന്നതാണ്. ഡിപ്ലോമ കോഴ്സിന്റെ പേര് സൂര്യകാന്തി എന്നാണ്, അതും 2 വർഷമാണ്. ഹയർ ഡിപ്ലോമ 3 വർഷമാണ്, അതിന്റെ പേര് ആമ്പൽ എന്നാണ്. സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ് 3 വർഷമാണ്. നീലക്കുറിഞ്ഞി എന്നാണ് കോഴ്സിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ കോഴ്സുകൾ പൂർത്തീകരിക്കുമ്പോൾ 10ാം ക്ലാസ്സിന് തത്തുല്യമായ നിലവാരത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. എല്ലാ കോഴ്സുകളും സൗജന്യമായാണ് ഇവിടെ നടത്തുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോ നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരുപിടി ചോദ്യങ്ങളെയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. തീർച്ചയായും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് എഴുതി വെച്ച് പഠിക്കാൻ മറക്കരുത്. വരുന്ന പരീക്ഷയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.